ചില ആൾക്കാരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു ചിന്ന ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ്? നല്ല ചോദ്യം. ശരി, അനുമോള് പറഞ്ഞോളൂ. ബാലൻ. ബാലനോ? ഏത് ബാലൻ? നിനക്കെന്താ പറ്റിയത്? ഇതാണ് അറിയാവുന്ന കൈവയ്ക്ക്. അവിടെ ഇരിക്കൂ, എണീക്കാൻ പോലെ അർഹതയില്ല. അവിടെ ഇരിക്കൂ. ഏത് ബാധ വന്നാലും കോഴിക്ക് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാര്യം. ഒരു സ്ത്രീ പറഞ്ഞല്ലേ, ഇനി ഒരു പുരുഷനെ കൊണ്ട് പറയിപ്പിക്കാം. ഷാനവാസ്. നമ്മളെ ക്ലൂ മണത്താക്കി ചെല്ലുമെന്ന് നിങ്ങളവർക്ക് അറിയാവേ. ബാലൻ. നന്നായിട്ടുണ്ട്. ഓ, എന്ത് കറക്റ്റായിട്ട് പറഞ്ഞു. അവിടെ ഇരിക്കേ. പിടികിട്ടി, എല്ലാം പിടികിട്ടി. വികടകുമാരൻ. അതാരാ പറഞ്ഞേ? ഞാൻ. അതെന്താ ഇപ്പൊ പറഞ്ഞു? നിങ്ങളോട് ചോദിച്ചോ? ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. എല്ലാം അറിയാന്നുള്ളതിന്റെ ജാടയുണ്ടല്ലോ, അത് ഗോവിന്ദന്റെ അടുത്ത് വേണ്ട. എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് കളിക്കും. നീ ഒരു ശബ്ദം കേട്ടാ? ഒരു സിന്ന സമിതി ഞാൻ കേട്ടേ. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന് തരിപ്പണമായ ശബ്ദമാണ് കേട്ടത്. ആര്യൻ. ആരൊക്കെയാണ് ആര്യൻ? ലാലേട്ടാ, എനിക്ക് ഒരു ധാരണയില്ല ലാലേട്ടാ. ഫുൾ കോൺഫിഡൻസിലൊന്നും അറിയില്ലെന്ന് പറയാ. ഒരു ക്ലൂ ഇല്ല, എനിക്ക് അറിയില്ല ലാലേട്ടാ. പിന്നെ എന്താ ആരാ പാടിയത്, ആരാ എഴുതിയത് അറിഞ്ഞൂടാ? ഇല്ല, ഒരു നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ പാട്ട് കേട്ടിട്ടില്ലേ? 100 ദിവസം നാനാനോ ബിഗ് ബോസ്, അത് കേട്ടില്ല. ബിഗ് ബോസ് വാസു, നീ പ്രത്യേകം സൂക്ഷിച്ചോണം, നിന്റെ സമയം വളരെ മോശമാണ്. ജിഷിൻ മനെ എണീക്ക്. മനെ സ്റ്റീഫൻ. ആരാ ഇത്? സ്റ്റീഫൻ ദേവസി. ആണോ? ഷുവറാണോ? അല്ല, അതെനിക്ക് അറിയില്ല. ഒന്നും അറിഞ്ഞൂടാ ഇരിക്ക. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ല. മലയാള അക്ഷരം ല അറിയാ? ഇല്ല. ല. ല പോയാൽ കുഴപ്പം ആകുന്ന ഒരു അപ്പം. എന്താ ചോദിച്ചേ? പാവം, ആകെ ടെൻഷനായി പോയി. കള്ളപ്പം. അല്ല, വെരി ഒരു മിനിറ്റ്, ഞാൻ പറയാം. നിനക്കറിയൂ? ഞാൻ ആദ്യം പൊക്കി. ശരി, ഇരിക്കൂ. ജിഷേൻ. പാലപ്പം. മണ്ടത്തരം പറയാതെടി, ഈ വിവരക്കേട്ടിന് എനിക്ക് വേണ്ടി ഇവളോട് ക്ഷമിക്കളിയാ. ഇതിന് വേണ്ടി ഞാൻ ബിഗ് ബോസ്. കളിയാക്കൊന്നും വേണ്ട. ഒരബദ്ധം ആർക്കും പറ്റും രവി. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ശ്രദ്ധിച്ചേക്കണം, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന അക്ഷരം. ജിഷേൽ പറയൂ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഒന്നുകൂടി പറയാവോ? വേണമെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി തരാം. ഒന്നുകൂടെ പറഞ്ഞാ പറയോ? ആ, പാലപ്പം അല്ല, അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. ഇതൊക്കെ ഒരു ഭയങ്കര ബുദ്ധി വേണ്ടാത്ത ചോദ്യങ്ങളാണ്. അങ്ങനെയൊന്നുമില്ല. അതെന്താ, നിനക്ക് ബുദ്ധി ഇല്ലേ? ഒരു ഫിഷ് ടാങ്കിലെ ഒരു മീൻ ചത്തപ്പോ ആ ഫിഷ് ടാങ്കിലെ വെള്ളം കൂടി. എങ്ങനെ? ഞാൻ പറയാം. പറയൂ. വേറെ മീനുകളുടെ കണ്ണ് നീര് കൊണ്ട്. എങ്ങനെയുണ്ട് ബുദ്ധി? കുരുക്ഷേത്ര യുദ്ധം ജയിച്ച അർജുനന്റെ മുഖത്ത് പോലും ഇത്രയും തെളിച്ചം കണ്ടിട്ടില്ല. ചങ്ക് പൊട്ടിക്കരഞ്ഞു അല്ലേ? കറക്റ്റ് ആൻസർ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. ഭയങ്കര ബുദ്ധിയാട്ടോ. വംശനാശം, എൻഡേഞ്ചറസ് സ്പീഷീസ് ആണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം. കേരളത്തിൽ അങ്ങനെ അത്ഭുത വാർത്ത ഉണ്ടെങ്കിൽ ടി വി കാണിച്ചേനെ. ഈ കന്നഡ ചാനൽ കാണിച്ചത് അറിയില്ല. സാബോൻ മനെ ഇവിടെ എന്നെ നോക്ക്. അല്ല ലാലേട്ടാ, ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. ആണാ? ഇത് എന്നത്തേക്ക് എണീക്കും? ആലോചിക്കാം, നീയും ആലോചിക്കേ. ശരി, അവിടെ അങ്ങനെ തടവിക്കൊണ്ട് നിൽക്ക്. ബാ, ഇരിക്കേ. 3 ഹൃദയം, ഹാർട്ടുള്ള ഒരു ജീവി ഏതാണ്? നമുക്കൊരു ഹൃദയമുള്ളൂ. അത് ശരിയാ. 3 ഹൃദയമുള്ള ഒരു ജീവിയെ പറ്റി പറയൂ. അറിയില്ല. ശരി, 2 എണ്ണം ഉള്ളത് പറയാം. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? തിമിംഗലം മീൻസ് വെയിൽ, ബ്ലൂ. അല്ല, കാര്യം അറിയാം, ഒരു വലിയ സൈസ് ആയതുകൊണ്ട് 2 എണ്ണം ഇരുന്നോട്ടെന്ന്. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. എന്ത് പാർട്ടിയാണ് ഇതൊക്കെ? സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ഇത് ഇവിടുന്നാണ് പഠിച്ച് ഇറങ്ങിയ തിമിംഗലം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പറയോ? ചുമ്മാ എന്നെ കൊണ്ട് വെറുതെ അവിടുന്ന് കൈ കാണിക്കുന്നു. നീരാളി. യെസ്, കറക്റ്റ്. അതായത് ലോകത്താരും പറയില്ലെന്നൊരു കാര്യം സാബുമാൻ പറഞ്ഞു. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.